വിനയൻ ചേട്ടൻ വന്ന് എന്റെ തോളിൽ 2 തോളിലും കൈവച്ച് എന്നിട്ട് കാതിൽ പോയി വീണ്ടും ടെൻഷനായി. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നതിനകത്ത് ഇപ്പൊ അത് നടക്കും സ്വാഭാവികമായിട്ടും ആരായാലും ആക്ടേഴ്സ് ഒക്കെ ടെൻഷൻ അടിച്ച് പോകും. എനിക്കൊക്കെ അങ്ങനെ ഫസ്റ്റ് ഷോട്ടിന് മുമ്പ് വന്നിട്ട് ആദ്യത്തെ ദിവസമൊക്കെ എന്തോ ധൈര്യത്തിലാണ് അവിടെ നിൽക്കുന്നത്. അവിടെ സീരിയസ് സിറ്റുവേഷൻ ആണ്, ഭയങ്കര സീരിയസ് ആണ്. നമുക്കിപ്പോ കോമഡിയാണ്. അതാ രസം. ഇത് എന്റെ പ്രശ്നമാണെങ്കിൽ ഓക്കെ, ഇത് പടം ആരംഭിക്കുന്ന ദിവസമാണ്. പക്ഷെ അതിലുള്ള ഇങ്ങനെ സംഭവിക്കുന്നതിനുള്ള ഒരു ചെറിയ ഗുണം എന്താണെന്ന് വെച്ചാല് സെക്കൻഡ് ഡേ മുതൽ അല്ലെ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സീൻ മുതൽ പേട്ടൻ ഓക്കെ പറയും, ചിരിക്കും, സന്തോഷിക്കും, നന്നായി ഒന്നും പറഞ്ഞ് വിചാരിക്കുന്നു. എന്നെ സംബന്ധിച്ച് ആ ഒരു സമയം കടന്നു പോയത് ചെറിയ കാര്യമല്ല. കാരണം എനിക്ക് ഭയങ്കര, ഞാൻ എന്തൊരു സന്തോഷം ഇല്ലാതെ, ഞാൻ ആദ്യമായിട്ടാണ് ഫ്രൂട്ടൊക്കെ എന്നെ സിനിമയിൽ ഉപയോഗിക്കുന്നത്. അന്ന് ആ കുടുംബങ്ങൾക്കുണ്ടായിരുന്ന ഒരു വേദന അല്ലെ, അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്ന ഒരു ചലഞ്ച്. മോറലി കറപ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇത്, രണ്ട് സൈഡിൽ നിൽക്കുന്നവരും. വിക്ടിമായിട്ടുള്ള ആളും പെർപെട്രേറ്റർ ആയിട്ടുള്ള ആൾക്ക് മോറലി കറപ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അതിനിടയിൽ ഫസ്റ്റ് ഡേ ഷൂട്ട് കഴിയുമ്പോൾ പോലും എനിക്ക് ഫസ്റ്റ് ഡേക്ക് എടുത്തിട്ട് ഒരു സീൻ കഴിഞ്ഞിട്ട് പപ്പേട്ടൻ ഓക്കെ പറഞ്ഞിട്ട്, കാലമായിട്ട് ഞങ്ങൾ ഈ സിനിമയുടെ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഞങ്ങൾക്ക് പോലും ഈ സിനിമ ഫൈനൽ ഫസ്റ്റ് കോപ്പി കണ്ടപ്പോൾ ഞാൻ പോലും എമോഷണലായി പോയി. ചില ദിവസങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു. അത് കൂടുതൽ എനിക്ക് തോന്നുന്നു എൻ്റെ ക്യാരക്ടറിനെക്കാട്ടിലും ഈ പറഞ്ഞ പോലെ ഇതിനകത്തുള്ള മറ്റു ചില ക്യാരക്ടർ അവർക്ക് ഇതൊക്കെ ശരിക്കും സംഭവിച്ചാണല്ലോ എന്നുള്ള സാധനങ്ങൾ ചില ദിവസങ്ങൾ ആലോചിക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല. ഓരോ ക്യാരക്ടേഴ്സിനെ കാണുമ്പോൾ അതൊക്കെ ജീവിച്ചിരുന്ന ക്യാരക്ടേഴ്സാണ്, ഇവരെല്ലാം ഇതുപോലെ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ആ പോയിന്റിലാണ് എനിക്ക് തോന്നുന്നു ഈ റിയാലിറ്റി ഏറ്റവും കൂടുതൽ നമ്മളെ ഹിറ്റ് ചെയ്യുന്നത്. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 3 അതിഥികൾ, 3 പേർക്കും സ്വാഗതം. താങ്ക് യു. ആരുടെ ഉയരൊക്കെയാണ് പപ്പേട്ട അതിനകത്ത് എടുത്തിരിക്കുന്നത്? ആരുടെയൊക്കെ ഉയരെടുക്കണം എന്നുള്ളത് നാളെ തിയേറ്ററിൽ വരുമ്പോൾ നമുക്ക് തീരുമാനിക്കാം. ഇന്നലെ സിനിമ കണ്ടപ്പം കുറച്ച് പേര് ഉയരെടുത്തു എന്ന് പറയണം. ഇന്നലെ റിവ്യൂ ഷോ വെച്ചപ്പോഴേ സിനിമ കണ്ട ആൾക്കാരെല്ലാവരും ഭയങ്കര സന്തോഷമായിട്ട് വെച്ചാൽ അവസാനം ഇമോഷണലായിട്ട് കണ്ണ് നിറഞ്ഞിട്ടാണ് പുറത്തിറങ്ങി പോയത്. പക്ഷെ അതൊരു സന്തോഷത്തിൻ്റെ കണ്ണുനീരാണ്. നല്ല സിനിമയാണ്, നല്ല സിനിമ കണ്ടു എന്ന് പറയുന്നതിൻ്റെ ഒരു സന്തോഷമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം കുറേ കാലമായിട്ട് ഞങ്ങൾ ഈ സിനിമയുടെ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് പോലും ഈ സിനിമ ഫസ്റ്റ് കോപ്പി കണ്ടപ്പോൾ ഞാൻ പോലും എമോഷണലായി പോയി. അപ്പോൾ അങ്ങനെ ഒരു കണ്ടൻറ്റ് അതിനകത്ത് ഉണ്ട്. എനിക്ക് ഫീൽ ചെയ്ത പോലെ തന്നെ മറ്റാളുകൾക്കും ഫീൽ ചെയ്യുന്നു എന്ന് പറയുന്നത് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് കൃത്യമായിട്ട് ഓഡിയൻസിന് കിട്ടുന്നു എന്ന് പറയുന്നത് വളരെ വളരെ സന്തോഷം ഉണ്ടാക്കുന്നു. അല്ല, പപ്പേട്ടൻ ചെയ്തു വെച്ച സിനിമകളൊക്കെ നമ്മൾ കാണുമ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ ആളുകളിലൊന്നും കണ്ണ് നിറയിപ്പിക്കും, കണ്ണുനീരുണ്ടാക്കും, അല്ലെങ്കിൽ മനസ്സിനുള്ളിൽ എല്ലാ സിനിമകളും നമ്മൾ നോക്കുമ്പോൾ ഒന്ന് നമുക്കൊരു ഫീൽ ഉണ്ടാക്കും. അതോടൊപ്പം നമുക്ക് നേരത്തെ പറഞ്ഞ സന്തോഷത്തിൻ്റെ കണ്ണീരായിരിക്കാം. പക്ഷേ ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ നമ്മൾ പോലീസ് ഓഫീസർമാരെ കഥ പറയുന്നു. ഒരു അന്വേഷണമാണ് അല്ലേ, ഒരു അന്വേഷണമായിട്ട് ഇവർ പാടുപെടുന്ന കുറേ പോലീസ് സ്റ്റോറികൾ. പപ്പേട്ടൻ്റെ പോലീസ് സ്റ്റോറികൾ വലിയ വ്യത്യാസമാണ് അല്ലേ. പോലീസ് സ്റ്റോറികൾ പപ്പേട്ടൻ ചെയ്തു വെച്ചേക്കുന്ന എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. പക്ഷേ ഈ വീണ്ടും പോലീസ് സ്റ്റോറികളിലേക്ക് പോകുമ്പോൾ പപ്പേട്ടൻ കൂടുതൽ തയ്യാറെടുപ്പുകൾ വേണ്ടി വരും. ഞാൻ ചെയ്തു വെച്ചിരുന്ന പോലീസ് സ്റ്റോറികളിൽ അപ്പുറത്തേക്കായിരിക്കണം അടുത്ത പോലീസ് സ്റ്റോറി, പോലീസ് വേഷങ്ങളോ. അങ്ങനെ ഒരു ചലഞ്ച് ഉണ്ടായിട്ടുണ്ട് ഈ സിനിമയ്ക്ക്. ഈ സിനിമ ഒരു പോലീസ് സ്റ്റോറി ആയിട്ടല്ല നമ്മളിതിനെ കൺസീവ് ചെയ്തത്. ഒരു അന്വേഷണമുണ്ട്. അതെ, പോലീസ് ഒരു ബാക്ക്ഗ്രൗണ്ടിലുണ്ട്, പോലീസുകാരൻ അന്വേഷിക്കുന്നുണ്ട്, പോലീസുകാരനാണ് ഹീറോ, അതൊക്കെ ശരിയാണ്. പക്ഷേ എങ്കിൽ പോലും ഇതിനകത്തുള്ളൊരു എമോഷണൽ ഒരു യാത്രയുണ്ട്. അതാണ് ഇതിൻ്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. ശരിക്കും ഇതൊരു റിയലായിട്ട് 2017 കണ്ണൂർ നടന്ന ഒരു സംഭവത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണത്. അപ്പോൾ അതിൻ്റെ ഒരു റൂട്ടിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ബാക്കി പോലീസാണ്, മറ്റേ കാക്കി യൂണിഫോമാണ്, ബാക്കി സിനിമയാണെന്നുള്ളതൊക്കെ വിട്ടിട്ട് നമ്മൾ അതിൻ്റെ കൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ ഈ സിനിമയിൽ അന്ന് ആ യഥാർത്ഥ സംഭവത്തിൻ്റെ എമോഷൻസ് കൃത്യമായിട്ട് സിനിമയിലേക്ക് പറിച്ചു വയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ സിനിമയ്ക്ക് അകത്ത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ സിനിമയ്ക്ക് വേണ്ടിയുള്ള ചില ഫ്രീഡം അതിനകത്ത് എടുത്തിട്ടുണ്ട്. എങ്കിൽ പോലും ആ ഒരു റൂട്ട് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ മറ്റ് സിനിമ ചെയ്യുന്ന പോലെയല്ല ഇത്. മറ്റു സിനിമയെല്ലാം നമ്മൾ എല്ലാം എന്താ പറയുക, നമ്മളുണ്ടാക്കിയ സങ്കല്പത്തിൽ നിന്നുണ്ടാക്കിയ കഥകളായിരുന്നു. ഇപ്പോൾ ജോസ് പോലും റിയൽ ഇൻസിഡൻ്റ് അല്ല, നമ്മൾ റിയൽ ലൈഫായിട്ട് ബന്ധമുള്ള ഇൻസിഡൻ്റ് ആണെങ്കിൽ പോലും നമ്മൾ റിയൽ സംഭവങ്ങളൊന്നും റിയൽ ക്യാരക്ടേഴ്സ് ഒന്നുമല്ല. ഇതിലങ്ങനെയല്ല, ഇതിലൊരു റിയൽ ക്യാരക്ടറാണ്. റിയൽ ക്യാരക്ടേഴ്സ് ഒരുപാടുണ്ട്, അവരുടെ ജീവിതത്തിൽ കൂടെയുള്ളൊരു ജേണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ത്രില്ലിങ്, അതുപോലെ തന്നെ നമുക്കൊരു ചാലഞ്ചും കൂടെയാണ്. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ ഇന്നലെ പ്രൊവ്യൂഷൻ ഉണ്ടായിരുന്നു. അതിനകത്ത് നമുക്ക് ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല, കാണാറുണ്ട്. ബസ്സിലാണോ ട്രെയിനിലാണോ ബോട്ടിലാണോ എന്നൊന്നും അറിയില്ല. അതിലിരുന്ന് ഒരു വേദന ഉണ്ടാക്കുന്ന സീൻ. നമുക്കൊക്കെ മക്കളുണ്ട്, നമുക്കൊക്കെ കുടുംബമുണ്ട് അല്ലേ. അതൊക്കെ കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ അത് എഴുതുന്ന സമയത്തും ഷൂട്ട് ചെയ്യുന്ന സമയത്തും ഭയങ്കര ഒരു ഫീലായിരുന്നു അല്ലേ. അതെ, തീർച്ചയായിട്ടും. നമ്മൾ ഈ ഓരോ ക്യാരക്ടേഴ്സിനെ കാണുമ്പോൾ അതൊക്കെ ജീവിച്ചിരുന്ന ക്യാരക്ടേഴ്സാണ്, ഇവരെല്ലാം ഇതുപോലെ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് നമ്മൾ എത്രത്തോളം നമ്മുടെ ക്യാരക്ടേഴ്സിന് നമ്മൾ കൊടുക്കാൻ പറ്റും,
അതുപോലെ നമ്മുടെ ക്യാരക്ടേഴ്സ് എത്രത്തോളം അത് ഉൾക്കൊള്ളും, നമ്മുടെ ആക്ടേഴ്സ് എത്രത്തോളം ഉൾക്കൊള്ളും എന്നുള്ളത് ഭയങ്കര ഒരു ചാലഞ്ചാണ്. അത് സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എല്ലാ ആക്ടേഴ്സും, എസ്പെഷ്യലി റോഷൻ അതിനകത്ത് വളരെ രസകരമായിട്ട്, അതായത് നമ്മൾ ക്ലൈമാക്സിലൊക്കെ എമോഷൻ പോലും നമ്മൾ കൺവേ ചെയ്യുന്നത്, റോഷൻ്റെ ക്യാരക്ടർ എന്ത് എമോഷനാണോ ക്യാരി ചെയ്യുന്നത് ആ എമോഷനാണ് ഓഡിയൻസിന് കിട്ടുന്നത്. അപ്പോൾ അതൊരു നമ്മൾ ക്യാരക്ടർ പ്ലസ് ആക്ടറിൻ്റെ ഒരു എന്താ പറയുക, രണ്ടുപേരും കൂടെ ചേർന്ന് നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ്. ഒരു സാധാരണ ഗ്രാമത്തിലൊരു പോലീസ് സ്റ്റേഷനിൽ ഒന്ന് ചാർജ് എടുക്കുന്നു, പിന്നെ അവിടെ നിന്നുണ്ടാകുന്ന ഒരു യാത്ര വലിയ യാത്രയായിരുന്നു ഈ സിനിമയ്ക്ക്, അല്ലേ? ഈ സിനിമ പോലെ തന്നെ ജീവിതത്തിലൊരു യാത്രയായിട്ട് എനിക്ക് തോന്നിയ സിനിമ കണ്ടു കഴിയുമ്പോൾ ജീവിതത്തിൽ നമ്മൾ ഒരാളായി മാറി, ഒറിജിനൽ എസ് ഐ ആയിട്ട് മാറണം ചാർജ് എടുത്തിട്ട്. ഒറിജിനൽ എസ് ഐ ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് പുള്ളി. പ്രൊഫഷണൽ എസ് ഐ ആണ്, പുള്ളിക്ക് എസ് ഐ ആവണം, അത് തെളിയിക്കണം. അങ്ങനെ ഒരു ചലഞ്ച് നമുക്ക് റോന്ത് കണ്ടപ്പോൾ നമ്മൾ അതിലെ പോലീസ് വേഷം കണ്ടു, അത് നമുക്കുണ്ടാവുന്ന വേറൊരു ടൈപ്പ് ഒരു ഫീലായിരുന്നു, അല്ലേ? അതിൽ നിന്ന് വീണ്ടും വേറൊരു പോലീസ് വേഷത്തിൽ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ സാധാ ഗ്രാമത്തിൽ പോയി ചാർജ് എടുത്തിട്ട് പിന്നെ അതിലേക്കുള്ള ഒരു യാത്ര ഗംഭീരമായിട്ട് റോഷൻ കൈകാര്യം ചെയ്തിരിക്കുന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതും കണ്ടതനുസരിച്ച് എനിക്ക് പറയാനും പറ്റുന്നത്. ആ ഒരു യാത്ര വലുതായിരുന്നു, അല്ലേ, ഈ സിനിമയിൽ പപ്പേട്ടൻ്റെ കൂടെ? ഡെഫിനറ്റ്ലി. ഞാൻ പപ്പേട്ടൻ്റെ കൂടെ ഒരു പടം ചെയ്യണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിച്ചതാണ്. പക്ഷെ അത് ചെയ്യുന്നത് കറക്റ്റ് സിനിമ ആയിരിക്കണമെന്നും ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അത് പപ്പേട്ടനും എനിക്ക് മറ്റേ ഒന്നിലധികം പ്രോജക്റ്റുകളായിട്ട് പപ്പേട്ടനെ അപ്രോച്ച് ചെയ്തത്, ഡിസ്കസ് ചെയ്യാൻ പറ്റിയതൊക്കെ വലിയ ഭാഗ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈക്വലി വർക്കാവുന്ന ഒരു സാധനത്തിൽ ഒരുമിച്ച് പണിയെടുക്കാൻ കഴിഞ്ഞത്. പിന്നെ ഈ പറഞ്ഞതുപോലെ അത് ചെയ്തു തുടങ്ങി കഴിഞ്ഞപ്പം ഇപ്പോൾ റോന്തിൽ ഇതിനു മുമ്പ് ഒരു പോലീസുകാരനായിരുന്നെന്നോ ആ കാര്യങ്ങളൊക്കെ വിട്ടുപോയി. ആക്ച്വലി ഞാനിതിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഇത് റിയൽ സ്റ്റോറിയാണ് എന്നുള്ളത് എല്ലാ ദിവസവും ഓർത്തിട്ടൊന്നുമല്ല ഞാൻ ഷൂട്ടിന് പോയത്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ അതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഷൂട്ടിനുള്ളിലുള്ള റിയാലിറ്റി നമ്മൾ കൺവേ ചെയ്യുക. ഇതെല്ലാം സിനിമ മൊത്തം തീർന്നു കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ തുടങ്ങുന്നതിന് ജസ്റ്റ് മുമ്പ് കുറച്ച് നേരം മാത്രമായിരിക്കും ഓഡിയൻസിൻ്റെ മനസ്സിൽ ഇത് ചിലപ്പം ശരിക്കും സംഭവിച്ചതാണ് എന്ന് തോന്നുന്നത്. അതിനിടയിലുള്ള സമയം ഒരു സിനിമയിൽ തന്നെ ആയിരിക്കണമല്ലോ. അത് കൺവിൻസിങ് ആയാലും അത് പവർഫുൾ ആയാലും മാത്രമേ ഇത് ശരിക്കും സംഭവിച്ചതാണെന്നുള്ളത് പറയുന്നതിനൊരു വില ഉണ്ടാവുള്ളൂ, അതിന് മുമ്പോ അത് കഴിഞ്ഞോ. അപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിനുള്ളിൽ നിൽക്കാൻ മാത്രമേ നോക്കിയിട്ടുള്ളൂ. പിന്നെ എഴുത്തിൽ തന്നെ ഈ ക്യാരക്ടർ ഇപ്പോൾ റോന്തിലെ ക്യാരക്ടറിനെക്കാട്ടിലൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. റാങ്ക് വൈസ് മാത്രമല്ല, പുള്ളി വേറെ തന്നെ ആളാണ്. അപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കാത്ത ഇത് മാത്രം ഓർത്ത് നിന്ന് ചെയ്താൽ മതി. പിന്നെ പുറത്ത് ഇവരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ എന്തെങ്കിലും ഒരു രീതിയിൽ ഇത് വേറെ എന്തെങ്കിലും ആയി പോകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സിനിമയ്ക്കോ നമ്മുടെ കഥാപാത്രത്തിനോ വേണ്ടാത്ത എന്തെങ്കിലും അവിടെ വരുന്നുണ്ടെങ്കിൽ അത് പോയിന്റ് ഔട്ട് ചെയ്യാനുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ വിശ്വസിച്ചുള്ളൊരു യാത്ര ഭയങ്കര രസമുള്ളൊരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസ്. ഈ കണ്ണൂരിൽ നടന്നൊരു സംഭവമായിട്ടാണ് പപ്പേട്ടൻ ഈ സിനിമ പറഞ്ഞത്. അതിൽ സിനിമയ്ക്കാകുമ്പോൾ സിനിമാറ്റിക് സംഭവങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ചിന്തിച്ചിട്ടില്ല ഇതൊക്കെ സംഭവിച്ചപ്പോൾ അന്ന് ആ കുടുംബങ്ങൾക്കുണ്ടായിരുന്ന ഒരു വേദന, അല്ലേ? അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്ന ഒരു ചലഞ്ച്, അതൊക്കെ നമ്മൾ ഒന്ന് ആലോചിക്കാനുള്ള സമയങ്ങൾ ഇടയ്ക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? പിന്നെ ഉറപ്പായിട്ടും. നമ്മളൊരു മറ്റേ കൺവെൻഷനൽ ഒരു സിനിമ കഥ അല്ലെങ്കിൽ നമ്മൾ എഴുതിയുണ്ടാക്കിയ ഒരു ഫിക്ഷണൽ കഥേനെക്കാട്ടിലും ചില സ്ട്രേഞ്ച് ആംഗിളുകൾ എപ്പോഴും ശരിക്കും സംഭവിച്ചിട്ടുള്ള കഥയിലുണ്ടാവുമല്ലോ. ഇപ്പോൾ ഈ സാധനം തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇയാളുമായിട്ട് ഈ പ്രൊബേഷൻ എസ് ആയിട്ട് യാതൊരു പേഴ്സണൽ കണക്ഷൻ ഇല്ലാത്ത കുറച്ച് ആൾക്കാർ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കേസാണ് പുള്ളി അന്വേഷിക്കുന്നത്. പക്ഷേ ഈ കേസ് പുള്ളിക്ക് ഭയങ്കര പേഴ്സണലായി മാറുക, അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഇതിൻ്റെ പെർപെട്രേറ്ററോ ഇതിൻ്റെ വിക്ടിമോ അല്ല നമ്മുടെ മെയിൻ ഫോക്കസ് ഇതിനകത്ത്. നമുക്ക് അവർ മോറലി കറപ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇത് രണ്ട് സൈഡിൽ നിൽക്കുന്നവരും, വിക്ടിമായിട്ടുള്ള ആൾ പെർപെട്രേറ്റർ ആയിട്ടുള്ള ആൾക്ക് മോറലി കറപ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അതിനിടയിൽ വേറൊരു ഫോക്കൽ പോയിന്റ് ഇതിനകത്ത് ഉണ്ടായി വരും. അതിനെ ചേസ് ചെയ്താണ് ഈ പോലീസുകാർ പിന്നെ ഓടുന്നത്. അപ്പോൾ എനിക്ക് അതൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. ഇത്രയും പറഞ്ഞ പണിയാവും ഇതുവരെ. ഓക്കെ, നഷ്ടപ്പെട്ടത് കണ്ടുപിടിച്ച പപ്പാട്ടം പറഞ്ഞ അവസാനമൊക്കെ നഷ്ടപ്പെട്ടത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ റോഷൻ ഉണ്ടാകുന്ന ഒരു ഇമോഷൻ എങ്ങനെയാന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആ പോയിന്റിലാണ് എനിക്ക് തോന്നുന്നു ഈ റിയാലിറ്റി ഏറ്റവും കൂടുതൽ നമ്മളെ ഹിറ്റ് ചെയ്യുന്നത്. കാണുന്ന ആൾക്കാർക്കും എനിക്ക് തോന്നുന്നു ആ സമയത്ത് തന്നെ ആയിരിക്കണം സിനിമ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ആയിരിക്കണം അത് ഹിറ്റ് ചെയ്യുന്നത്. നമ്മുടെ കഥയ്ക്കൊരു എൻഡിങ് അല്ലെങ്കിൽ ഈ കഥാപാത്രത്തിനൊരു വിജയം എന്നൊക്കെ അപ്പുറം അതിലും വലിയൊരു റിയാലിറ്റി അവിടെ ഉണ്ട്. അത് സിനിമ അത് കാണിച്ച് വയ്ക്കുന്നുണ്ട്. അതിന് മുമ്പിൽ നമ്മൾ ചെയ്തു വെക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന നായകൻ്റെ ഹീറോയിസം അതൊക്കെ വളരെ ചെറുതാണ്. ആ റിയാലിറ്റി തന്നെയാണ് ഏറ്റവും വലുത്. അത് തന്നെയാണ് ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു ഇമോഷണലി ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും. അത് തന്നെയായിരിക്കും പപ്പടെ പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് നമ്മൾ തിയേറ്ററിലിരിക്കുമ്പോൾ ഓരോ ഫാമിലിയും ഓരോ ആൾക്കാരും പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം. അതെ അല്ല ഇങ്ങനെ അങ്ങനെ ദൈവമേ
ഇങ്ങനെ വന്യ ദൈവമേ. അതെ, അതെ, ആ പ്രാർത്ഥന ഈ സിനിമയ്ക്കും ഉണ്ടാവും കേട്ടോ. അതെ അതുണ്ടാവണം. അതെ അതെ തീർച്ചയായിട്ടും സിനിമയ്ക്കും ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്മുടെ മറ്റ് സിനിമകളിൽ നിന്നുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ക്യാരക്ടേഴ്സിൻ്റെ കൂടെ ആൾക്കാർ ഡ്രൈവ് ചെയ്യുന്നുള്ളതാണ് കാര്യം. ഇത് റിയലായി നടന്ന സംഭവം എന്നുള്ള ധാരണ അവരുടെ മനസ്സിൽ ഉള്ളിൽ എവിടെ കിടക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഓരോ സംഭവങ്ങൾ കാണുമ്പോൾ അവർക്ക് ഇതൊക്കെ സംഭവിച്ചാണല്ലോ എന്നുള്ളൊരു തോന്നലോടെ ഉണ്ടായി കഴിഞ്ഞാൽ കുറേ കൂടെ കൂടുതൽ കണ്ടുവന്ന് ഇരിക്കുന്നവർക്ക് റോഷന്റെ കൂടെ ഒന്ന് പോയാലോ എന്ന് ചിലപ്പോൾ തോന്നും. റോഷൻ സഹായിക്കാൻ പോയാൽ കൊള്ളാമെന്ന് തോന്നും. അതെ അതാണ് അതിന്റെ വ്യത്യാസം. ഇന്നലെ എന്നോട് സിനിമ കണ്ടിട്ട് ഒരാൾ പറഞ്ഞത് ആ വിനോദിന്റെ ക്യാരക്ടറിനെ ഞാൻ കൈ കിട്ടിയിരുന്നെങ്കിൽ രണ്ടെണ്ണം കൊടുത്തേനെ എന്ന് പറഞ്ഞു. ഭയങ്കര എമോഷണലായിട്ട്. സത്യസന്ധമായ കാര്യം പറഞ്ഞു. അപ്പൊ നമുക്ക് നിങ്ങളുടെ കൂടെ പോകണമെന്ന് തോന്നും, മറ്റവരെ കൊല്ലണമെന്ന് തോന്നും, അയ്യോ കിട്ടിയാൽ പ്രാർത്ഥിക്കാൻ തോന്നും. അവിടെ ഇരുന്ന് എന്തൊക്കെ പ്രാർത്ഥന പ്രവർത്തിക്കാൻ പറ്റുന്ന കുടുംബങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ എത്ര ദൈവം ഇങ്ങനെ എത്ര എന്നുള്ളത്. അതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത്. ഭയങ്കരമാണ് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങണം ഇനി. ഇറങ്ങാം. എന്ത് തോന്നുന്നു? സന്തോഷം. അല്ലാതെ അത് വല്ലാത്തൊരു ഫീലാണ്. കാരണം ഇത്രയും കാലത്തെ സിനിമ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു കഥാപാത്രം അതെനിക്ക് തരിക എന്ന് പറയുന്നത് തന്നെ എനിക്കിത് വലിയൊരു ചാലഞ്ചായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുത് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും കൂടെ ഇങ്ങനൊരു ക്യാരക്ടർ എനിക്ക് തരുമ്പോൾ വിനോദ് ആയിക്കോട്ടെ വളരെ എന്താ പറയുക രാക്ഷസൻ പടത്തിലൊക്കെ വരുന്ന പുള്ളീൻ്റെ പെർഫോമൻസ് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ശ്രുതി ഇവരൊക്കെ എല്ലാം തെളിയിച്ച ആൾക്കാരാണ്. അപ്പോൾ ഞാനെന്ന് പറയുന്നത് അപ്പോൾ ഇവരുടെയൊക്കെ മുന്നിൽ നമ്മൾ പെർഫോം ചെയ്യാന്നുള്ള ഒരു ആദ്യത്തെ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ പപ്പേട്ടൻ എന്നൊരു ഗൈഡൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വിനയേട്ടൻ എന്നിൽ അർപ്പിച്ചൊരു വിശ്വാസമാണ് എന്നെ ഇവിടെ പപ്പേൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കുന്നത്. പപ്പേണ്ടൊക്കെ ആദ്യം ഒരു ഇതുണ്ട്. കാരണം ഞാൻ അതിൻ്റെ മുന്നേ അങ്ങനെ ഒരു സംഭവം ചെയ്തതോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവനെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ? കാരണം അത്രയും ചാലഞ്ചാണ്. ആ ക്യാരക്ടർ വന്നിട്ട് കണ്ടതാണല്ലോ. അപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു സെയിം പരിപാടി ചെയ്യുമ്പോൾ അത് പപ്പേനെ സംബന്ധിച്ച് അത് കറക്റ്റായിട്ട് കൊടുക്കുന്ന ഒരു ആർട്ടിസ്റ്റ് അവിടെ വേണം എന്നുള്ളത് നിർബന്ധമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഡേ ഷൂട്ട് കഴിയുമ്പോൾ പോലും എനിക്ക് ഫസ്റ്റ് ഡേക്ക് എടുത്തിട്ട് ഒരു സീൻ കഴിഞ്ഞിട്ട് പപ്പേട്ടൻ ഓക്കെ പറഞ്ഞിട്ട് അതുവരെ എനിക്ക് പേടിയുണ്ടായിരുന്നു ആർട്ടിസ്റ്റിനെ മാറ്റുമെന്നുള്ളത്. സത്യം എനിക്ക് ആ ഒരു പേടി ഉണ്ടായിരുന്നു. ചെറിയൊരു ഇതുണ്ടായിരുന്നു. അല്ല ഇപ്പൊ തുറന്നു പറയിപ്പിക്കാൻ അല്ല എന്റെ ആ സംശയം കറക്റ്റ് ആയിരുന്നു. കാരണം ഞങ്ങള് പരിപാടി കഴിഞ്ഞ് പാക്കപ്പിന്റെ അന്ന് എന്നോട് പപ്പേട്ടൻ അത് പറയുകയും ചെയ്തു. പറഞ്ഞല്ലോ ഞാൻ ഫസ്റ്റ് ഡേ ഷൂട്ട് വെച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ശരിയായില്ലെങ്കിൽ ഞാൻ മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. അത് എന്നോട് പറയുകയും ചെയ്തു. പടം കഴിഞ്ഞ ഷൂട്ട് കഴിഞ്ഞ പാടെ എന്നോട് പറയുകയും ചെയ്തു. ഇതിലും രസം എനിക്ക് തോന്നുന്നു പപ്പേട്ട ഇത് വേറൊരു ആർട്ടിസ്റ്റ് ചെയ്യേണ്ട ഒരു പരിപാടിയായിരുന്നു. അത് വേറെ എന്തൊക്കെയോ ചില കാരണങ്ങളാലും മാറിയിട്ട് ഇത് എനിക്ക് വിധിക്കപ്പെട്ടതാണ്. അതൊരു സന്തോഷം. ഹരീഷിന് വേറൊരു ചാലഞ്ചും കൂടെ ഇതിനകത്തുണ്ട്. അതായത് ഹരീഷ് ഇതിനകത്ത് ഒരുപാട് ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹരീഷിനെ ത്രൂ ഔട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ നമ്മൾ ഡബ്ബിങ്ങിന് വന്നപ്പോൾ ഡബ് ചെയ്ത് നോക്കുമ്പോഴാണ് ഡബ് ചെയ്യാനൊന്നുമില്ല. ഒരു ഡയലോഗ് ഉള്ളൂ ഡബ് ചെയ്യാൻ. ഒന്നോ രണ്ടോ ഡയലോഗ് വെച്ചിട്ട് സിനിമ മുഴുവൻ നിറഞ്ഞു നിൽക്കുക. വെറുതെ ഇങ്ങനെ വന്നു പോകല്ല. ഇങ്ങനെ എമോഷണലി ഒരുപാട് കണക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം അങ്ങനെ നിൽക്കുക അതൊരു വലിയ ചാലഞ്ചാണ്. ഒന്നും പറയാതെ അത് എന്നോട് ഒരു സുഹൃത്തിങ്ങനെ കണ്ടിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം, പണ്ട് കിരീടം പടം വന്ന സമയത്ത് അതിൽ നമ്മൾ കിരിക്കാടൻ ജോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കാന്നല്ലാണ്ട് അദ്ദേഹത്തിന് ആകെ ഒരു ഫൈറ്റിലും 2 ഷോട്ടുമാണ് കാണിച്ചത്. ഡയലോഗൊന്നും ഇല്ല. അങ്ങനെ ഒരു സംഭവം എന്നോട് പറഞ്ഞു. ഡയലോഗ് ഇല്ലാതെ ഒരു സാധനത്തിനെ കൊണ്ടുപോകാൻ പറ്റി എന്നുള്ളത് എല്ലാവരും പറഞ്ഞു. അല്ല ആ സിനിമയ്ക്ക് വേണ്ടതാണ് കഥാപാത്രം. അതെ 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 അങ്ങനെയൊക്കെ ഉണ്ടോ? ആ സിനിമയ്ക്ക് വേണ്ടതാണ് കഥാപാത്രം. അതെ ഇമോഷനിലേക്ക് പോകുമ്പോൾ ഈ കഥാപാത്രം മസ്റ്റാണ്. അത് ചെയ്യാൻ പപ്പേട്ടൻ കറക്റ്റ് കണ്ടെത്തിയ ഒരാൾ തന്നെയാണ്. അതിന് മാറ്റമൊന്നുമില്ല. അപ്പൊ പപ്പേട്ടൻ നമ്മൾ കുറേ താരങ്ങൾ ഇതിനകത്തുണ്ടല്ലേ. നമുക്ക് ബൈജുവിന്റെ ഒക്കെ പെർഫോമൻസ് നമ്മൾ പറയണ്ട. പണ്ടുതൊട്ടൊക്കെ ഉണ്ടാക്കണ ബൈജു എന്താ ചെയ്തത്, പോലീസ് വേഷങ്ങൾ ബൈജുവിലേക്ക് കിട്ടിയെങ്കിലും പിന്നെ എന്താന്ന് പറയാൻ പറ്റില്ല. കുറച്ച് വ്യത്യസ്തമായൊരു ഇതുവരെ ബൈജുവേട്ടൻ ചെയ്തിട്ടില്ലാത്ത ടൈപ്പ് ഒരു പോലീസ് വേഷം തന്നെയാണ്. ഒതുക്കമുള്ള വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു പോലീസ് വേഷം. അത് ബൈജുവിന്റെ കൈകളിൽ അത്ര ഭദ്രമായിരിക്കുമെന്ന് തന്നെ എങ്ങനെയാണ് പപ്പേട്ടൻ ഉറപ്പിച്ചത്? ബൈജുവിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അതിൽ നിന്നൊക്കെ കടന്നൊക്കെ പോകും. പക്ഷെ കറക്റ്റ് പിടിച്ചു നിർത്തിയമാണ്. ഇപ്പുറത്തുനിന്നും കൂടി വിട്ടിട്ടില്ല. അത് ബൈജു എന്ന് പറയുന്ന ഒരു ആക്ടറിൽ നമുക്കുള്ളൊരു വിശ്വാസമാണ്. കാര്യം പുള്ളി നമ്മൾ കുറേ കാലമായിട്ട് കാണുന്നതാണ്. എനിക്ക് പേഴ്സണലായിട്ടുള്ള അടുത്ത് അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ കയ്യിൽ 100% സേഫായിരിക്കും എന്ന് നമുക്കറിയായിരുന്നു. പിന്നെ ഞാൻ മനസ്സിൽ കണ്ടതിനേക്കാൾ കുറച്ചുകൂടെ പുള്ളി അതിനെ ലൈറ്ററാക്കി. അതായത് നമ്മൾ കുറച്ചും കൂടെ സീരിയസ് ആയിരുന്നു, പുള്ളി അതിനെ കുറച്ചും കൂടെ ലൈറ്ററാക്കി. അത് വളരെ നന്നായി. സിനിമയ്ക്ക് എനിക്ക് തോന്നുന്നു ചില സമയത്ത് ചെറിയ ഹ്യൂമറൊക്കെ പുള്ളിയുടെ കയ്യിൽ നിന്ന് പുള്ളി അതിനെ ലൈറ്ററാക്കിയതാണ്. അത് വളരെ രസമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിലെ എല്ലാ ആക്ടേഴ്സും ഈ സിനിമയ്ക്കുള്ള ഏറ്റവും വലിയ ഗുണം നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ ബൈജുവിനെ പോലെ തന്നെ ബാക്കി എല്ലാ ആൾക്കാരും ഇപ്പോൾ വിനീത് തട്ടിൽ ചെയ്തിട്ടുണ്ട്. വിനീത് തട്ടിലും പോലീസ് വേഷങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് വളരെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഷാജി, അതെ അതെ, അതുപോലെ വിനോദ്, ശ്രുതി, ഈ ദിവ്യ, എല്ലാവരും എല്ലാ ആക്ടേഴ്സും വളരെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവരെയൊക്കെ ആദ്യം തന്നെ റോഷനിലേക്കായിരുന്നു നമ്മുടെ
ലക്ഷ്യം നമ്മുടെ കഥ കഴിഞ്ഞ് നമ്മൾ സംവിധാനത്തിൽ റോഷനാണ് എൻ്റെ കഥാപാത്രം എന്ന് തന്നെ ലക്ഷ്യത്തോടുകൂടി ഞാൻ ഈ കഥ എന്നോട് എൻ്റെ ഒരു പാലക്കാടിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ണി എന്ന് പറഞ്ഞിട്ട് ഉണ്ണിയാണ് എന്നോട് ഈ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു CA ആണ്, പുള്ളിക്ക് ഒരു കഥ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ പരിചയപ്പെടുന്നത്. ഞാൻ പോലീസ് കഥകൾ കുറേ ആയിട്ട് കേൾക്കുന്നുണ്ട്. ജോസഫ് കഴിഞ്ഞ ശേഷം ഒരുപാട് പോലീസ് ഓഫീസർമാരെന്നെ എന്നെ വിളിച്ചിട്ട് ഒരു കഥയുണ്ട്, ഒരു തിരക്കഥയുണ്ട് പറയാറുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു കഥയായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പുള്ളിയെ കണ്ടത്. അങ്ങനെ പാലക്കാടിൻ്റെ വീട്ടിൽ വെച്ചിട്ട് പുള്ളി വന്ന് ഈ കഥ പറഞ്ഞു. കഥ പറഞ്ഞിട്ട് കുറച്ച് പേപ്പർ കട്ടിങ്സ് ഉണ്ടായിരുന്നു ഒരു ബാത്റൂമിൽ അന്ന് വന്ന ഫീച്ചർ ഉണ്ടായിരുന്നു ഇതിനെപ്പറ്റി, ഈ കേസിനെ പറ്റി. അതെനിക്ക് തന്നു. കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇത് സിനിമയാക്കാൻ പറ്റുന്നൊരു കഥയാണ്. പക്ഷേ അതിനകത്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ നമുക്ക് സിനിമയ്ക്കുള്ള കണ്ടന്റ് എന്തായാലും അതിനകത്തുണ്ട്. സിനിമയാക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം നമ്മളീ പോലീസുകാരുടെ നമ്മളിതുവരെ കാണാത്തൊരു സൈഡാണ് നമ്മളിതിനകത്ത് കാണുന്നത്. അപ്പോൾ അത് സിനിമയാക്കാമെന്ന് തോന്നിയപ്പോൾ എൻ്റെ മനസ്സിൽ ഈ പ്രൊബേഷണറി SI ആണ് നമ്മുടെ ക്യാരക്ടർ. ഒരു 25-26 വയസ്സിൽ SI ആയിട്ട് വന്ന ഒരാളാണ്. അപ്പോൾ ഒരു മെച്ചോർഡ് SI അല്ല, പുള്ളിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷേ അതേസമയം ഭയങ്കര സിൻസിയറാണ് പുള്ളി ജോലിയിൽ. അങ്ങനത്തെ ഒരാളെ മനസ്സിലാലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന റോഷനാണ്. അപ്പോൾ ഞാൻ റോഷന് പേപ്പർ കട്ടിങ്സാണ് ആദ്യം അയച്ചു കൊടുക്കുന്നത്. അയച്ചു കൊടുത്ത് റോഷനോട് അയച്ചു കൊടുത്തപ്പോൾ റോഷൻ അത് വായിച്ചിട്ട് എനിക്ക് തിരിച്ച് മെസ്സേജ് ചെയ്തു, ഇത് കൊള്ളാം എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. പിന്നെയാണ് ഞാൻ റോഷനായിട്ട് മറ്റേ പറഞ്ഞ അൻഷാദ് എന്ന് പറയുന്ന അദ്ദേഹമായിട്ട് റോഷനെ കാണാൻ പോകുന്നതും റോഷനോട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഈ കഥ നരേറ്റ് ചെയ്യുന്നതും. അങ്ങനെയാണ് റോഷൻ ആ പേപ്പർ കട്ടിങ് ആണ് അല്ലേ? അതാണ് ആദ്യം അതിലേക്ക് കിട്ടുന്ന ഫസ്റ്റ് ഗ്ലിംസ് ആ പേപ്പർ കട്ടിങ് ആയിരുന്നു. പക്ഷേ അപ്പോൾ അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് ഇമ്മീഡിയറ്റ്ലി ഹുക്കാവുന്ന ഒരു ഐഡിയ അതിൽ എവിടെയുണ്ടെന്ന് മനസ്സിലായി. പിന്നെ അൻഷാദ് സാറുമായിട്ടുള്ള നരേഷന് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ കുറച്ച് ഇമോഷണലി അതിൽ ഇന്നാവുകയും ഞാൻ ഭയങ്കര മൂവ്ഡായിരുന്നു കഥ കേട്ട് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഈ പറഞ്ഞ പപ്പേട്ടൻ പറഞ്ഞ സിനിമയാക്കൽ എന്നുള്ള പണി ആ കഥയിൽ നടന്നിട്ടില്ല. അദ്ദേഹം പുള്ളിയുടെ ലൈഫിലുണ്ടായിരുന്ന എക്സ്പീരിയൻസ് അങ്ങനെ റീകൗണ്ട് ചെയ്യായിരുന്നു. പക്ഷെ അത് സംഭവിച്ച ആൾ തന്നെ പറയുമ്പോൾ ഉള്ളൊരു പെർസ്പെക്റ്റീവാണ് അതിനകത്ത് വർക്കായത്. പിന്നെ ബാക്കി ടീമിലുള്ള വിശ്വാസമായിരുന്നു. ഇവർ ഷാജി സാർ എനിക്ക് നേരത്തെ അറിയാവുന്ന ആളാണ്, നിഖിൽ ഷാജി സാറും കൂടെ എഴുതുന്നു, പപ്പേട്ടനുണ്ട് അവിടെ. അപ്പോൾ അത് സിനിമയായി വരട്ടെ, അത് അപ്പം തന്നെ ചെയ്യാം എന്നുള്ള തീരുമാനം അപ്പം തന്നെ എടുത്തു. പിന്നീടാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ആവുന്നത്, സ്ക്രിപ്റ്റായിട്ട് വായിക്കും. ഓരോ സമയങ്ങളിൽ ഷൂട്ട് കഴിഞ്ഞിട്ട് വൈകുന്നേരങ്ങളിൽ ഇരുന്ന് ആലോചിക്കാറുണ്ടായിട്ടുള്ളൂ ഈ കഥയെക്കുറിച്ച്. ചില സിനിമകൾ അങ്ങനെയാണ്. ചില സിനിമ നമ്മൾ പോയി കിടന്നുറങ്ങി രാവിലെ ഷൂട്ടിന് വരുന്നു. ചില സിനിമകൾ നമ്മുടെ മനസ്സിനുള്ളിൽ ഒന്ന് പതിക്കുവാണ്. എന്താണെന്ന് വെച്ചാൽ നടന്ന സംഭവം നേരത്തെ ചോദിച്ചാൽ തന്നെയാണല്ലോ. പക്ഷെ ആ സമയങ്ങളിലൊക്കെ റൂമിൽ പോയിരിക്കുമ്പോൾ നാളത്തെ സീനിൽ ഇങ്ങനെയാണല്ലോ, അത് അന്ന് അവർ അങ്ങനെയായിരുന്നല്ലോ ഉണ്ടായിരുന്ന ഒരു ജീവിതം, അങ്ങനെ ഒരു ചിന്തയെ നമ്മളെ ഒന്ന് അലട്ടുന്നുണ്ടായിരുന്നു. ചില ദിവസങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു. അത് കൂടുതൽ എനിക്ക് തോന്നുന്നു എൻ്റെ ക്യാരക്ടറിനെക്കാട്ടിലും ഈ പറഞ്ഞ പോലെ ഇതിനകത്തുള്ള മറ്റ് ചില ക്യാരക്ടർ അവർക്ക് ഇതൊക്കെ ശരിക്കും സംഭവിച്ചാണല്ലോ എന്നുള്ള സാധനങ്ങൾ ചില ദിവസങ്ങൾ ആലോചിക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല. എൻ്റെ ക്യാരക്ടറിൻ്റെ സാധനത്തിൽ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ആസ് എൻ ആക്ടർ അപ്രോച്ചിങ് എ സ്ക്രിപ്റ്റ് അങ്ങനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ശരിക്കും അന്ന് അവിടെ എങ്ങനെയായിരിക്കും അൻഷാദ് സാർ ഇത് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ പുള്ളിയുടെ തോട്ട് പ്രോസസ് എന്തായിരിക്കും എന്നുള്ളത് ആലോചിക്കാനുള്ള സ്പേസില്ല. ഈ ക്യാരക്ടർ ഡെവലപ്പായി വന്നപ്പോൾ ആക്ച്വലി അൻഷാദ് സാറിനെ പ്ലേസ് ചെയ്തിരിക്കുന്ന പോലെ അല്ല. ഇതിൽ ഞാൻ ചെയ്യുന്ന അജി എന്ന് പറയുന്ന ക്യാരക്ടർ സിനിമയ്ക്കായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ ആ പോസ്റ്റ് ചില കാര്യങ്ങളൊക്കെ സിമിലർ ആണെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പേഴ്സണൽ പാരലിൽ വരച്ച് ആലോചിച്ച് നോക്കിയിട്ടില്ല. പക്ഷേ ഇതിലുള്ള മറ്റ് ചില ക്യാരക്ടേഴ്സ് ഈ സംഭവങ്ങളൊക്കെ ശരിക്കും ഉണ്ടായതാണല്ലോ എന്നൊക്കെയുള്ളത് ഡെഫിനറ്റ്ലി ആലോചിച്ചിട്ടുണ്ട്. എങ്കിലും അതിൻ്റെ ഭയങ്കര മറ്റേ ഇമോഷണൽ വെയിറ്റ് കൊണ്ട് ഞങ്ങളെല്ലാവരും വിഷമിച്ച് നടന്നൊരു ഷൂട്ടൊന്നും ആയിരുന്നില്ല. ഭയങ്കര എൻജോയബിൾ ഷൂട്ട് ആയിരുന്നു. വൈജേട്ടനുള്ളതിൻ്റെ രസങ്ങൾ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. പിന്നെ ഷാജു ചേട്ടൻ, വിനീതൻ, ഞങ്ങളുടെ പോലീസ് സ്റ്റേഷൻ ഷൂട്ട് ദിവസങ്ങൾ വളരെ എൻജോയബിൾ ആയിരുന്നു. ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്തുള്ളത്. പിന്നെ കുറേ ട്രാവൽ ഉണ്ടായിരുന്നു ഈ പടത്തിൽ. അപ്പോൾ ഇതിൻ്റെയും ഇപ്പോൾ ഡയറക്ഷൻ ടീമിലൊക്കെയുള്ള കിരണും ആകാശ് അങ്ങനെ ഒത്തിരി പേരായിട്ട് ഭയങ്കര ഫ്രണ്ട്സായി അതുല്യ. അപ്പോൾ ആ രീതിയിൽ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനാ പിന്നെ നമ്മൾ കൂട്ടുകാരെല്ലാവരും കൂടെ പോയിട്ടൊരു സാധനം ചെയ്യുന്നു. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ബോംബെയിൽ എത്തി. അപ്പോൾ എൻ്റെ വേറെ കുറേ കൂട്ടുകാർ അവിടെ വന്നു. അങ്ങനെ ഭയങ്കര എൻജോയ് ചെയ്തൊരു ഷൂട്ട്. ഇല്ല, ബൈജുവിനെ നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് നല്ല കഥകളായിരിക്കും. നല്ല കഥകൾ പറയും, പഴയ കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ പപ്പേട്ടനെ കുറിച്ച് വരെ പറയും, നല്ല രസകരമായിട്ട് അവതരിപ്പിക്കും. അങ്ങനെ ഒരു ലൊക്കേഷൻ ഉണ്ടായ ഒരു രസകരമായ അനുഭവം. കഥകൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. കഥകളും കോമഡികളും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. കറക്റ്റ് പറഞ്ഞ ഓർത്തെടുക്കൽ നടക്കുന്നില്ല. കുറേ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും ഇതൊക്കെ തന്നെയായിരുന്നു. ഞങ്ങളിങ്ങനെ ഒരുമിച്ചിരിക്കുക, ഒരു കഥകൾ പറയാ, സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ ഓർത്തിരിക്കും. ഇതങ്ങനെ കേട്ടുവിടും. അഭിനയിക്കാത്ത ആർട്ടിസ്റ്റുകളില്ല അദ്ദേഹം. അതെ അതെ. നമ്മളും ഇപ്പം ഞാൻ കുഞ്ഞിലേ മുതൽ കണ്ടിട്ടുള്ള ഒരു ആക്ടർ, ഈ ആക്ടറുടെ ഗ്രോത്ത്, ലൈഫിലെ ഗ്രോത്തും ആസ് എൻ ആക്ടറുള്ള ഗ്രോത്തും ഒക്കെ അത് പറഞ്ഞേ.
അങ്ങനെ ഒരു കൗണ്ടർ തരാൻ പറ്റിയ ഒരാള് അദ്ദേഹത്തിന് അതാണ് ബൈജു സന്തോഷം ആളെ ഇഷ്ടമല്ല. പക്ഷേ ഞാൻ ഇപ്പോഴും നിൽക്കുന്നു എന്ന് പറയുമ്പോഴേ ഈ സിനിമയിൽ ഇങ്ങനെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനുള്ള വിശ്വാസം, അദ്ദേഹത്തിനുള്ള ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അദ്ദേഹത്തിനെ വിളിക്കണമെങ്കിൽ പ്രേക്ഷകർക്ക് അത്ര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് അത്രയും നല്ല കഥാപാത്രം കൊടുത്താലും ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്യും. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തീർച്ചയായിട്ടും. ഞാൻ ഇന്നലെയാണ് ഫൈനൽ സിനിമ കാണുന്നത്. ഇപ്പം എനിക്കതിനകത്ത് ബൈച്ചേട്ടൻ ചെയ്തിരിക്കുന്ന പരിപാടി ഭയങ്കരമായിട്ട് വർക്കായി. ഒരുമിച്ച് ചെയ്ത സീൻസ് ഒരുപാടുണ്ട് ഇതിൽ. പക്ഷെ ആ സമയത്തൊന്നും നമുക്ക് കിട്ടുന്ന പെർസ്പെക്റ്റീവിലുള്ള ഫൈനലി സിനിമ കാണുമ്പോഴത്തേക്കിനി മൊത്തം സാധനം അടുപ്പിച്ച് ഞാനില്ലാത്ത സീനുകളും എല്ലാം കൂടെ വെച്ചിട്ട് ആ ക്യാരക്ടറിൻ്റെ മൊത്തം ട്രാവൽ കണ്ടു. എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി ബൈച്ചേട്ടൻ്റെ. ഈ ഓരോ ഇതിനു മുമ്പും സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിലാണ് ഒരു നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഈ ഒരു കഥാപാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഡയലോഗുകൾ കുറവാണെങ്കിൽ സിനിമയിൽ മൊത്തം ഉണ്ടെന്നുള്ള ഒരു കഥാപാത്രത്തിലേക്ക് യാത്ര ചെയ്യുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. അല്ലെങ്കിൽ എന്താ ചെയ്യണമെന്ന് പ്രേക്ഷകർ സിനിമ കണ്ടിട്ട് തീരുമാനിച്ചോടെ. ഞാൻ അങ്ങനെ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. എനിക്ക് പേഴ്സണലി വേറെ കാര്യമുണ്ട്, മനസ്സിലായില്ലേ? പക്ഷെ ഓരോ സിനിമയുടെ തരം ഈ സിനിമയിലേക്ക് എത്തുമ്പം ഭയങ്കര ഒരു സന്തോഷമായിരിക്കും അല്ലേ? അതെ, ഉണ്ടായത് തീർച്ചയായിട്ടും. നമ്മൾ ഇപ്പോൾ പറഞ്ഞ ബൈജുവിൻ്റെ കാര്യം തന്നെ നമുക്ക് എടുത്തു പറയാം. പപ്പേട്ടൻ്റെ കയ്യിലേക്ക് എത്തുക. പപ്പേട്ടൻ ചെയ്ത സിനിമകൾ നമ്മൾ ഒന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ നമുക്ക് അഭിനയിക്കാൻ പറ്റുന്നു. അത് ആദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് ആദ്യത്തിലെ ഒരു കോളിൽ നേരത്തെ പറഞ്ഞു ആദ്യം അഭിനയിച്ചിൽ മാറ്റി വിടുമെന്ന് പറഞ്ഞാൽ പോലെ. പക്ഷെ ആദ്യത്തെ ഒരു നമുക്ക് മനസ്സിലുണ്ടാകുന്ന ഒരു താളമുണ്ട്. അല്ല, ആദ്യം തന്നെ എനിക്ക് പ്രശ്നമായിരുന്നു. കാരണം ഞാൻ എക്സാം എന്ന് പറഞ്ഞിട്ടൊരു വെബ് സീരീസ് പ്രൈമിൽ, അപ്പം അതിന് അവിടെ ലുക്ക് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് പക്ക പോലീസ് കെട്ടൊക്കെ അടിച്ചിട്ട് ഞാൻ കൊച്ചിയിലൊന്ന് വന്നപ്പോഴാണ് വിനയൻ ചേട്ടൻ എനിക്ക് കോൾ ചെയ്യുന്നു. കോൾ ചെയ്തിട്ട് പറഞ്ഞു പപ്പേട്ടൻ നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് വരാൻ പറഞ്ഞു. അപ്പോൾ പപ്പേൻ്റെ ഇവർ കാണിച്ചു കൊടുത്ത് ഞാൻ മെഡ്രാസ്കാരൻ എന്ന് പറഞ്ഞൊരു പടം ചെയ്തപ്പോൾ കുറേ മുടിയും താടിയും ഒക്കെ ഉള്ളൊരു ലുക്കാ കാണിച്ചു കൊടുത്തു. ഇത് കണ്ടിട്ടാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ നേരെ ചെന്നപ്പോൾ താടിയില്ല, മുടിയില്ല, പോലീസുകാർ. അപ്പം തന്നെ പപ്പേട്ടൻ കഴിഞ്ഞു. നിഖിലും ഇരിക്കുന്നുണ്ട് അവിടെ. നിഖിലേട്ടനും പറഞ്ഞത് ശരിയാവില്ല, ഞങ്ങൾ ആ ഫോട്ടോ കണ്ടിട്ടായിരുന്നു കേട്ടോ. അപ്പം തന്നെ ഞാനും പോയി, എൻ്റെ എപ്പിസോഡ്. അപ്പം ഞാനും വിനയേട്ടനും കൂടി കുറച്ചേരം ഒന്ന് പുറത്ത് പോയിട്ട് സംസാരിക്കും. ഞാൻ പറഞ്ഞു വിനയേട്ട ഒന്ന് സംസാരിക്കണം, എനിക്ക് ആ ക്യാരക്ടർ വേണം, ഒന്ന് ഞാൻ കാല് പിടിക്കും, ഞാൻ ഇവിടുന്ന് പോവില്ല. അങ്ങനെ തിരിച്ച് പപ്പേൻ്റെ അടുത്ത് വന്നു. പപ്പേട്ട ഒരു വിശ്വാസം, എന്നെ ഒരു 10-20 ദിവസം ഷൂട്ടിന് ബാക്കിയുണ്ടല്ലോ, 20 ദിവസം അത്രയേ ഉള്ളൂ, അതുവരെ വരുന്ന താടിയും മുടിയും പോരെ എന്ന് ചോദിച്ചു. അങ്ങനെ എൻ്റെ ശല്യം കാരണം എനിക്കൊന്നും ഇവരെ അങ്ങോട്ട് ഒഴിച്ച് വിടാനും പറ്റുന്നില്ല. ഞാൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. ഇങ്ങനെ പപ്പേട്ടൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, വരുമോ നോക്കട്ടെ, എന്നിട്ട് നമുക്കൊരു 4 ദിവസം കഴിഞ്ഞിട്ട് നീ എന്നിട്ട് കാണാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല പപ്പേട്ട, ഞാൻ അവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്, ഇത് ഓക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ അത് ഒഴിവാക്കും. അങ്ങനെ പിന്നെയും അവിടെ എന്നാൽ ശരി എന്ന് പറഞ്ഞു. അങ്ങനെ 5 ദിവസം കഴിഞ്ഞ് എനിക്ക് ഫോട്ടോഷൂട്ട് വെച്ചു. ഞാനാണ് ഇതിൻ്റെ ദിവസവും കണ്ണാടി പോയി നോക്കുക, അതിട്ട് വരുന്നു. അപ്പോഴാണ് ഞാൻ മയിലെണ്ണയൊക്കെ എന്തൊക്കെ കരടിന് എന്തൊക്കെ കിട്ടുമെന്നുള്ളത് അതൊക്കെ അന്വേഷിച്ചു. ഒന്നും വരുന്നില്ല. എന്തോ ഭാഗ്യം അതങ്ങ് നടന്നു. അത് എനിക്കുള്ളതായിരുന്നു, അത്രയും ഞാൻ പറയുള്ളൂ. അത് പപ്പേട്ടൻ പോലെ എനിക്ക് കിട്ടേണ്ട ഒരു ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. പറഞ്ഞ പോലെ നമ്മൾ മറ്റേ പടം വിടുകയും ചെയ്തു. അപ്പോൾ ഇത് നമ്മൾ വെച്ചില്ലെങ്കിൽ അത് വേറൊരു പ്രശ്നമുണ്ടാവും. അപ്പോൾ വെക്കണമെങ്കിൽ താടി വരുന്നില്ല. അപ്പോൾ ഷൂട്ടിന് അന്ന് പോലും നമ്മൾ ഉദ്ദേശിച്ച താടി വന്നിട്ടില്ല. ഷൂട്ടിന് അന്ന് പോലും പിന്നെ ഞാൻ താടി പെർഫോമൻസ് നോക്കാം. പെർഫോമൻസ് ഒരു ആവറേജ് ആണെങ്കിൽ താടി വരുമ്പോൾ നമുക്ക് ഒഴിവാക്കല്ലോ. പെർഫോമൻസ് കുഴപ്പമില്ല. ഇതുപോലൊരു പപ്പേട്ട് അല്ലേ? അല്ല, ഇത് കഴിച്ച് ഫസ്റ്റ് ഷോട്ട് വെക്കാൻ പോകുന്ന മുന്നേ വിനയൻ ചേട്ടൻ വന്ന് എൻ്റെ തോളിൽ 2 തോളിലും കൈവച്ച് എന്നിട്ട് കാതിൽ പോയിരുന്ന് വീണ്ടും ടെൻഷനായി. ഇത് നിന്റെ ലാസ്റ്റ് ചാൻസ് ആണ്, എല്ലാരും ആദ്യത്തെ അവസരം എന്താ പറയുന്നത്, ഇത് നിന്റെ അവസാനത്തെ അവസരം, ഇതിൽ നീ പിടിച്ചില്ലെങ്കിൽ എന്റെ പൊന്നു പോലെ നിന്റെ ഭാവി എനിക്കറിയില്ല. അതോടുകൂടി തീർന്നു ഞാൻ. പക്ഷെ ആ ടെൻഷൻ എനിക്ക് അവിടെ ഉപകാരപ്പെട്ടു. എല്ലാരും പടം അനുഗ്രഹിച്ചു. ഫസ്റ്റ് ഷോട്ടിന് മുമ്പ് കാരണം മുന്നിൽ വിനോദ് റെഡി ആയി നിൽക്കണേ, ജാമ്പോൻ അവിടെ നിൽക്കണു. എന്നെ സംബന്ധിച്ച് ആ ഒരു സമയം കടന്നു പോയത് ചെറിയ കാര്യമല്ല. കാരണം ഇപ്പൊ പറഞ്ഞപ്പോഴായിരുന്നു സിനിമ വിടുകയും ചെയ്തു, ഇവിടെ വരുകയും ചെയ്ത്, താടി വരുന്നുമില്ല. അല്ല, ഇത് കഴിഞ്ഞിട്ട് അതേ വെബ് സീരീസിൽ എനിക്ക് വേറൊരു ക്യാരക്ടർ പോലീസായിട്ട് അവർ വിളിച്ച് തരും ചെയ്തു. അതേ രസം. വീണ്ടും താടിയൊക്കെ പഠിച്ച് തിരിച്ച് ഇത് സിനിമ എന്ന് വെച്ചാൽ ഒരു ഭാഗ്യമാണ്. അതെ അതെ അതെ. സിനിമ ഷൂട്ട് ചെയ്യുന്ന ഭാഗ്യം, അത് റിലീസ് ചെയ്യുന്ന ഒരു ഭാഗ്യം,
എല്ലാം ഭാഗ്യമാണ്. ഓടിയ ഭാഗ്യം, ഓടിയില്ല, അങ്ങനെയാണല്ലോ സിനിമ. ഇതെല്ലാം ഒരു ഭാഗ്യം. നമുക്കുള്ളതാണ് നമുക്ക് വരും. അല്ല എനിക്കിത് ബമ്പറാണ്. അല്ല എന്നെ സംബന്ധിച്ച് ബമ്പറാണത്. പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നതിനകത്ത് ഇപ്പം അത് നടക്കും സ്വാഭാവികമായിട്ടും ആരായാലും ആക്ടേഴ്സ് ഒക്കെ ടെൻഷൻ അടിച്ച് പോകും. എനിക്കൊക്കെ അങ്ങനെ ഫസ്റ്റ് ഷോട്ടിന് മുമ്പ് വന്നിട്ട് ലാസ്റ്റ് ചാൻസ് ആണെന്ന് ആദ്യത്തെ ദിവസമൊക്കെ എന്തോ ധൈര്യത്തിലാണ് അവിടെ നിൽക്കുന്നത്. ആ ഫസ്റ്റ് ഷോട്ടൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഓക്കെ കേൾക്കുന്നവരെ അയ്യോ ശരിക്കും നമ്മളെ എല്ലാ സെറ്റിലും ഞാൻ ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ ഷോട്ട് ഓക്കെ പറഞ്ഞ് അടുത്തതിലേക്ക് മൂവ് ചെയ്യുന്നവരെ ഞാൻ ആരുടെയും കണ്ണിൽ പോലും നോക്കൂല. പേടിച്ചിട്ട് തന്നെ ഇരിക്കുന്നത് എപ്പോഴും. അത് ഓക്കെ പറഞ്ഞു കഴിഞ്ഞ് രണ്ടാമത്തെ മുതലാണ് ശരിക്കും ഒന്ന് ശ്വസിച്ചു തുടങ്ങുന്നത്. പക്ഷെ അതിലുള്ള ഇങ്ങനെ സംഭവിക്കുന്നതിനുള്ള ഒരു ചെറിയ ഗുണം എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് ഡേ മുതൽ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സീൻ മുതൽ നമുക്കിത് നമ്മൾ ഏൺ ചെയ്ത ഒരു പൊസിഷൻ പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ഒരു കോൺഫിഡൻസ് തോന്നും. അതായത് ഒരു ഓഡിഷനൊക്കെ ചെയ്തിട്ട് ഒരു സിനിമയിലേക്ക് എത്തുന്ന അതേ സാധനം. ഒരു ഡയറക്ടർ നമ്മളെ കണ്ടു, ആ ക്യാരക്ടറായിട്ട് അവർക്ക് വിശ്വാസമുണ്ട്, അവർ നീ മതി എന്ന് തീരുമാനിച്ച് നമ്മളെ അറിയിച്ച് എന്നിട്ട് നമ്മൾ ഷൂട്ടിന് പോകുന്നതും, നമ്മളെ ഒരു ഡയറക്ടർ അപ്രോച്ച് ചെയ്തൊരു കഥ ഞങ്ങൾ രണ്ടുപേരും നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞ് സമ്മതിച്ച് ഇവൻ ചെയ്തോളായിരിക്കും എന്നുള്ള വിശ്വാസത്തിൽ അന്ന് 100-100 പേര് വന്ന് ഈ ഫുൾ സെറ്റപ്പ് ആദ്യത്തെ ദിവസം നമ്മൾ തെളിയിക്കണം. ഇങ്ങനെ ഒരു സെറ്റപ്പ് ആണെങ്കിൽ നമ്മൾ ആ പോയിന്റിൽ തെളിയിച്ചു കഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് അല്ല ഇതിൻ്റെ ഇടയിൽ വേറൊന്നും കൂടി തന്നു. അതുകൊണ്ട് പപ്പേട്ടൻ ഓക്കെ പറയും, ചിരിക്കും, സന്തോഷിക്കും, നന്നായി ഒന്നും പറഞ്ഞ് വിചാരിക്കണ്ട. അല്ല വിനയന്റെ നല്ല ടെൻഷൻ ഉണ്ടെന്ന് അറിയാമോ? ഇവൻ ഓക്കെ അല്ലെങ്കിൽ എന്റെ അടുത്ത ലുക്ക് പോകുന്ന വിനയനിലേക്കാണ്. വിനയനാണല്ലോ പരിചയപ്പെടുത്തിയത്, എന്നെ കൊണ്ടുവന്നത്. പിന്നെ ഞാൻ അപ്പൊ മറ്റേ ഷേവിംഗ് സെറ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടാണ് നിൽക്കുന്നത്. വേറെ ഒരു നിവർത്തിയില്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞതാ. പപ്പേട്ടൻ ഓക്കെ ആണെങ്കിൽ ഒരു കൈ പൊങ്ങി ഇങ്ങനൊരു സാധനം കാണും. അത് കണ്ടത് ഉറപ്പിച്ചോ, പാസ്സായി. ഞാൻ ഇത് കാക്കാൻ കാത്തിട്ടില്ല, അതിലേക്കൊന്നും എടുത്തിട്ടില്ലല്ലോ. ഇല്ല അതിലേക്കൊന്നും ഉണ്ടായില്ല. നല്ല നല്ല ഫസ്റ്റേക്ക് തന്നെ ഓക്കെ ആയിരുന്നു. പിന്നെ ഒരു 10 കൂടെ എടുത്തു. ശരിയായി. പക്ഷെ പടത്തിൽ ഉപയോഗിച്ചത് ഫസ്റ്റ് ഇത് തന്നെ ഒരു കഥയാ. പപ്പേട്ടനുണ്ടായ ടെൻഷൻ വേറെ പിന്നെ ഷൂട്ട് നടക്കല്ലേ, ആരെങ്കിലും അഭിനയിച്ചാലേ പറ്റുള്ളൂ. ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ജീവിതത്തിൽ അനുഭവം. അവിടെ സീരിയസ് സിറ്റുവേഷൻ ആണ്, ഭയങ്കര സീരിയസ് ആണ്. നമുക്കിപ്പോ പറയുമ്പോ കോമഡിയാണ്. അതാ രസം. ഇത് എന്റെ വർഷമാണെങ്കിൽ ഓക്കെ, ഇത് പടം ആരംഭിക്കുന്ന ദിവസമാണ്. ഇത് ഫസ്റ്റ് ഡേ പൂജ കഴിഞ്ഞിട്ട്. അല്ല അത് നേരത്തെ പപ്പേട്ടൻ കത്ത് ആദ്യത്തെ ദിവസം പറ്റില്ല പറഞ്ഞു വേറെ ആളുണ്ടല്ലോ. അതിന് പരീക്ഷിക്കാൻ അപ്പോഴും മനസ്സിലാവും അത് വിടുകയും ചെയ്തു. അത് എല്ലാം ഓർത്താണ് എന്തായാലും ഈ ഒരു കഥ വലിയ കഥയാട്ടോ. ഈ കഥ ആളുകൾക്ക് ഭയങ്കര കഥ. പക്ഷേ നേരത്തെ പപ്പയുടെ പോലെ അവിടെ ഭയങ്കര സീരിയസ്. ഇന്ന് പറയുമ്പോൾ നമ്മൾ ചിരിച്ച് കളിച്ച് അതാണ് ഒരു സിനിമ. നമ്മളെ സിനിമ എപ്പോഴും ഈ ഓണം മെമ്പർ എടുത്തോട്ടോ, ഭയങ്കര അടിച്ചല്ലോ, മെമ്പർ അടിച്ചില്ലേ, ഇനി വേറെ എടുക്കണ്ട. ഏറ്റവും വലിയ ഭാഗ്യം അടിച്ചില്ല മെമ്പർ ഇതാ. ഇനി സിനിമ കണ്ടിട്ട് ആൾക്കാർ ആ മെമ്പറിൽ ഒരു തീരുമാനിക്കട്ടെ. കണ്ടവര് തീരുമാനിച്ചിട്ടുണ്ട്, ബാക്കിയുള്ളവരും തീരുമാനിക്കട്ടെ. അവിടെ ഈ നമ്മുടെ ബാക്കിയുള്ള പറയുകയാണെങ്കിൽ നമ്മുടെ മ്യൂസിക്കും കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറയുവാണെങ്കിൽ ആരൊക്കെയാണ് ബാക്കിയുള്ള സ്ക്വയർ? ഇതിൽ പിന്നെ നമുക്ക് ഒരു സിനിമ നന്നായിട്ട് വരുമ്പോൾ അതിൻ്റെ എല്ലാ ഘടകങ്ങളും നന്നായിട്ട് വരണം. ഒരിക്കലും ഒരു ഡയറക്ടർ മാത്രം വിചാരിച്ചാൽ ഒരു സിനിമ നന്നാവില്ല. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ ആദ്യം പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സിനിമ ഞാൻ ഈ പേപ്പർ കട്ടിങ്സ് എല്ലാം റോഷൻ അയച്ചു കൊടുത്തു. റോഷൻ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും എൻ്റെ അടുത്തൊരു പ്രൊഡ്യൂസറില്ല. അതെങ്ങനെ മുമ്പോട്ട് പോകണം നമുക്കറിയാത്തൊരവസ്ഥയിൽ വളരെ ആക്ഷനിലായിട്ടാണ് എന്നോട് വെച്ച ഒരു ദിവസം നിഖിലിനെ കാണുന്നത്. നിഖിലിനെ ഹോൾഡൈനിൽ വെച്ച് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് നിഖിൽ പറഞ്ഞു, എൻ്റെ അടുത്തൊരു എൻ്റെ ഫ്രണ്ട് ഉണ്ട് സന്തോഷ്, പുള്ളിക്ക് ഒരു ചെറിയ ബഡ്ജറ്റിലൊരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അങ്ങനത്തെ വല്ല സബ്ജക്റ്റ് ഉണ്ടോ എന്ന് വെച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിഖിലിനെ ഇരുത്തി കഥ പറഞ്ഞു. അപ്പോൾ സന്തോഷോടെ ഹോട്ടലുണ്ടായിരുന്നു. സന്തോഷം നേരെ വിളിച്ച് വരുത്തി സന്തോഷോട് പറഞ്ഞു. അന്നാണ് നമ്മൾ സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സിനിമയുടെ ജാതകം ഒത്തുവരുന്നത്, എല്ലാം കൂടെ ഒത്തുവരുമ്പോഴാണ് ഒരു സിനിമ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് സന്തോഷ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ആവുന്നതും ഈ സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്നതും. അങ്ങനെ സന്തോഷം വന്നു. സ്ക്രിപ്റ്റ് നിഖിലും
ഷാജിയും കൂടെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തു. പിന്നെ ക്യാമറമാൻ, ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്, എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഒന്ന് അജയിൻ്റെ ക്യാമറയാണ്. അജയ് നല്ല ബെസ്റ്റ് വർക്കാണ്. അജയ് ഇതിനു മുമ്പ് നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സിനിമകൾ, ജോഷി സാറിൻ്റെ കൂടെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോൾ ഞാൻ അജയൻ്റെ കൂടെ വർക്ക് ചെയ്തില്ല അധികം, ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആദ്യത്തെ ഒരു 2-3 ഷോട്ട് കഴിയുന്നവരെ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. വർക്കിൻ്റെ കാര്യത്തിലല്ല, വർക്ക് നല്ലതായിരിക്കും, പക്ഷെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ശരിയാണല്ലോ. ഒരു ക്യാമറമാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറക്ടറുടെ കണ്ണാണ് ക്യാമറമാൻ. അപ്പോൾ നമ്മൾ രണ്ടുപേരും തമ്മിൽ ഒരു ബോണ്ടിങ് ഉണ്ടായിട്ടെങ്കിൽ വർക്കാവില്ല. എനിക്കിങ്ങനെ അനുഭവങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ക്യാമറമാൻ വന്ന് ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്നിട്ട് നമ്മൾ ആദ്യ സിനിമ വർക്ക് ചെയ്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ പുള്ളിയായിട്ട് നമ്മൾ പറയുന്നത് പുള്ളിക്ക് മനസ്സിലാവാതെ പറ്റും, അതൊക്കെ പറയുമ്പോഴുള്ള ടെൻഷൻ ഉണ്ടല്ലോ. ഈ സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു ടെൻഷൻ ഉണ്ടായില്ല, കൃത്യമായിരുന്നു. ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല ഫ്രെയിംസ്. പക്ഷേ ആ ടെൻഷൻ പപ്പേട്ട മാത്രമേ ഉള്ളൂ, വിനയൻ എൻ്റെ പേഴ്സണൽ ടെൻഷനാണ്. ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് അവരെയും കൂടെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഏറ്റെടുക്കാന്നുള്ളൂ. അപ്പോൾ പെർഫെക്റ്റ് ആയിരുന്നു, ഭയങ്കര. ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു അജയൻ്റെ വർക്ക്. പിന്നെ എനിക്ക് പറയുന്നത് വെച്ചാൽ ഞാൻ സെറ്റിലധികം ബഹളവും ഉണ്ടാക്കാത്ത വളരെ സൈലൻ്റായിട്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ കൂടുതൽ ക്യാമറമാനെങ്കിൽ കുറച്ച് ശബ്ദം ഉണ്ടാക്കണം ആഗ്രഹമുള്ള എപ്പോഴും എനിക്കുണ്ട്. അപ്പോൾ അജയ് കുറച്ച് അങ്ങനെ ഉണ്ട്. അജയ് കുറച്ച് എല്ലാവരോടും കുറച്ച് അങ്ങനെ പെട്ടെന്ന് എല്ലാവരോടും വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട് ഇനിഷ്യേറ്റ് എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അതും എനിക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ സിനിമ കാണുമ്പോൾ അറിയാം അജയൻ്റെ വർക്ക് പെർഫെക്റ്റ് ഗംഭീര വർക്കാണ് ഈ സിനിമയ്ക്കകത്ത്. അതുപോലെ തന്നെ എനിക്ക് എടുത്തു പറയാനുള്ളൊന്ന് മണികണ്ഠൻ്റെ മ്യൂസിക്. മണികണ്ഠൻ അഞ്ചക്കള്ളക്കോക്കാൻ എന്നുള്ള സിനിമ കണ്ടിട്ടാണ് മണികണ്ഠനെ നമ്മൾ ഈ പടത്തിന് ഫിക്സ് ചെയ്യുന്നത്. മണി ഈ ടൈപ്പ് സിനിമകൾ ചെയ്തിട്ടേ ഇല്ല, ഇങ്ങനെ എമോഷണൽ സാധനം മണി ചെയ്തിട്ടില്ല. മണിയുടെ എല്ലാവരും ധാരണ മണി ഒരു ഭയങ്കര ലൗഡായിട്ട് മ്യൂസിക് ചെയ്യുന്ന ഒരാളാണെന്നാണ്. ഈ സിനിമ RR ചെയ്ത് കഴിഞ്ഞപ്പോൾ മണി തന്നെ പറഞ്ഞു, എനിക്ക് ഭയങ്കര, ഞാൻ എന്തൊരു സന്തോഷമായി അറിയും, ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലൂട്ടൊക്കെ എൻ്റെ സിനിമയിൽ ഉപയോഗിക്കുന്നത്. നന്നായിട്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ഇത്രയും സന്തോഷമായിട്ട് ഞാൻ ഇതുവരെ വർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞു മണി. അത്രയും ബെസ്റ്റായിട്ട് മണി വർക്ക് ബെസ്റ്റാണ്, പാട്ടുകളും അതെ, ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതെ. പിന്നെ രഞ്ജൻ്റെ എഡിറ്റിംഗ്. ഈ സിനിമ ഈ പറഞ്ഞ പോലെ നമ്മൾ വിചാരിച്ചതിനേക്കാളും ലെങ്ത് ഉണ്ടായിരുന്നു ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ. ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഷോട്ട് പോലും എടുത്ത് കളയാൻ തോന്നുന്നില്ല, നല്ല ഷോട്ടാണ്, നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്തതാണ്. പക്ഷേ ഇതെങ്ങനെ ഒരു 2 മണിക്കൂർ 2.25 മണിക്കൂറിലേക്ക് ഒതുക്കുക എന്ന് പറയുന്നത് വലിയ ചാലഞ്ചായിരുന്നു. അത് ഇതിൻ്റെ ഒരു എമോഷൻ ഒരു തുള്ളി പോലും ഡ്രോപ്പ് ആവാതെ വളരെ കൃത്യമായിട്ട് അത് സിനിമ അങ്ങനെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം രഞ്ജൻ എബ്രഹാം എന്ന് പറയുന്ന എഡിറ്ററാണ്. പിന്നെ ആ ഡയറക്ടർ സാബുവിൻ്റെ ബെസ്റ്റ് വർക്കാണ്. അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ആ കിണറൊക്കെ സിനിമ കണ്ടാൽ നമ്മൾ കിണർ സെറ്റാണെന്ന് പറഞ്ഞാലല്ലാതെ ഒരാൾക്ക് മനസ്സിലാവില്ല. ആ കിണറിന് ബോഡി എടുക്കുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാണ്, കൃത്യമായ സെറ്റാണ്. നമ്മൾ പറഞ്ഞാൽ പോലും ഒരിക്കലും ആരും വിശ്വസിക്കുക പോലുമില്ല, അത്രയും കൃത്യമാണ്. അതുപോലെ മറ്റേ നമ്മുടെ ആ വീട് താമസിച്ച വീട്, റെയിൽവേ പുറമ്പോക്കുള്ള വീട്, അതിൻ്റെ അടുത്തുള്ള സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും അത് റിയൽ അല്ല എന്ന് അവിടെ ഷൂട്ട് സ്ഥലത്ത് വന്ന ആൾക്കാർ പോലും ഒരാളും വിശ്വസിച്ചിട്ടില്ല അത് സെറ്റാണെന്ന്. അത്രയും പെർഫെക്റ്റ് വർക്കാണ് അതിനകത്ത്. അങ്ങനെ എല്ലാവരും എല്ലാം കൂടെ ഒത്തു വരുമ്പോഴാണ് ഒരു സിനിമ നന്നായിട്ട് വരുന്നത്. അങ്ങനെ എല്ലാം കൂടെ ഈ സിനിമയ്ക്കകത്ത് ഒത്തു വന്നിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ ആളുകളുടെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് സിനിമ മുന്നോട്ട് വയ്ക്കുമ്പോൾ നമുക്കുള്ളൊരു ധൈര്യം എന്ന് പറഞ്ഞത് എല്ലാം കൂടെ ഒത്തു വന്നിട്ടുള്ള മികച്ച ഒരു ഈ പേര് തന്നെ, ഈ പേരിലേക്ക് എത്താനുള്ള കാരണം എന്താണ്? അതെനിക്ക് തോന്നുന്നത് നമ്മൾ ആക്സിഡൻ്റലി ഇങ്ങനൊരു പേരാണ്. അപ്പോൾ ആക്സിഡൻ്റലി അല്ല, എൻ്റെ മനസ്സിൽ ഈ ഒരു പേര് വേറെ സിനിമയ്ക്ക് വേണ്ടി ഞാൻ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചൊരു പേരായിരുന്നു ആക്ച്വലി. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ കുറേ പേരുകൾ ആലോചിച്ചു. ഷൂട്ട് നടക്കുമ്പോൾ ഒരു പേരായിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ പേര് വന്നു. പേര് നമ്മൾ 3 പേര് ഈ സിനിമയുടെ പേരിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ചേംബറിൽ. 3 മാറ്റിയതാണ്. ആദ്യത്തെ മാറ്റി, രണ്ടാമത് മാറ്റിയപ്പോഴാണ് രജിസ്റ്റർ ചെയ്തപ്പോഴാണ് അറിയുന്നത് ആ പേരിൽ വേറെ സിനിമ മുമ്പ് വന്നിട്ടുണ്ട്, യൂട്യൂബിൽ പറ്റി വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മലയാളം വേർഷനാക്കി. പിന്നെ അതും മാറ്റിയിട്ടാണ് പിന്നെ അടുത്ത പേരെന്താണെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഞാൻ ഇങ്ങനൊരു പേര് ഞാൻ വേറെ സിനിമയ്ക്ക് വേണ്ടി ആലോചിച്ച് വെച്ചിരുന്നു. അപ്പോൾ ആ പേര് തന്നെ അയാൾ എങ്ങനെ ഉണ്ടാവും. ഞാൻ ആദ്യം നമ്മുടെ പ്രൊഡ്യൂസർ സന്തോഷോടാണ് ചോദിക്കുന്നത്, ഇങ്ങനെ പേരായാലോ. സന്തോഷം പറഞ്ഞു നല്ല പേരാണല്ലോ, നമുക്ക് അത് കറക്റ്റാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഈ ഒരു പേരിലേക്ക് വരുന്നത്. ഈ പേരിന് ഒരു അർത്ഥമുണ്ടല്ലോ, നമ്മൾ അർത്ഥമുണ്ട്. ഈ സിനിമയ്ക്ക് ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ ആദ്യം ഈ നമ്മുടെ പോസ്റ്റേഴ്സും പേരും കൂടെ കാണുമ്പോൾ ഇതും തമ്മിൽ, ഈ പോലീസും ഇതും തമ്മിൽ എന്താണ് ബന്ധം എന്നൊക്കെ തോന്നാം. പക്ഷേ സിനിമ കണ്ടു കഴിയുമ്പോൾ പല ആൾക്കാരും എന്നോട് പറഞ്ഞു, നമ്മുടെ കോളിൻസ് ഫസ്റ്റ് നമ്മുടെ കോളിൻസ് പറഞ്ഞു ഇപ്പോഴാണ് പേര് കറക്റ്റ് പേരായെന്ന് പറഞ്ഞു സിനിമ കണ്ടു കഴിഞ്ഞു. അതെ അതെ അതെ, അതതിന്റെ കോർ ഇമോഷൻ എന്നുള്ള സാധനത്തിൽ അത് തന്നെയാണ് പേര് നിൽക്കുന്നത്. ഞാനത് ആ പേരിലേക്ക് തന്നെ തോന്നുന്നു. ഈ പേരെന്താണ്, അത് സിനിമ കണ്ടുകഴിയുമ്പോൾ ഈ പേരാണ്, വേറെ ഒന്നും അവിടെ ചേരില്ല. അതെ അല്ലേ, ഇത് കണ്ടു കഴിയുമ്പോഴാണ് നമ്മൾ ആലോചിക്കുക ആദ്യത്തെ പേരൊക്കെ എന്ത് അബദ്ധമായി പോയത്. എന്തായാലും റോഷ വീണ്ടും നല്ലൊരു സിനിമ അല്ലേ? അതെ അതെ, എന്നും റോഷന് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ഇവിടെ എന്നും ഉണ്ട്. ആ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വീണ്ടും ഒരു സിനിമയായിട്ട് വരുമ്പോൾ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? എപ്പോഴും പറയാറുള്ളത് ആദ്യം പറയാം,
ഈ സിനിമയ്ക്ക് ഒരു അവസരം കൊടുക്കുക എന്നുള്ളത്. പോയി കണ്ടു നോക്കിയിട്ട് അത് കണ്ടു നോക്കിയിട്ട് തീരുമാനിക്കുക എന്നുള്ളത്. അത് ഒരു രീതിയിലും പൂർണ്ണമായിട്ടും നിങ്ങളുടെ വേസ്റ്റ് ഓഫ് ടൈം, വേസ്റ്റ് ഓഫ് മണി എന്നൊന്നും തോന്നില്ല. ഭയങ്കര ജെന്യുവനായിട്ട് തന്നെ എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ആ സത്യസന്ധത ആ സിനിമയിലുണ്ടെന്ന് തന്നെ ജെന്യുവനായിട്ട് വിശ്വസിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഒരു ഓഡിയൻസ് പെർസ്പെക്റ്റീവിൽ ആലോചിക്കുമ്പോൾ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നത് ഇതിനകത്ത് ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. ഈ കഥയുടെ പോക്ക് എങ്ങോട്ടാണ്, ഈ അന്വേഷണത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്നൊക്കെയുള്ള വളരെ സിമ്പിളായിട്ട് പറഞ്ഞ് ഇതിൻ്റെ ട്വിസ്റ്റുകളൊക്കെ വർക്കാവും എന്നുള്ളതായിരുന്നു വിശ്വാസം. അപ്പോൾ ഇന്നലെ ഒരു ഓഡിയൻസിൻ്റെ കൂടെയൊക്കെ ഇരുന്ന് കണ്ടപ്പോൾ അത് അങ്ങനെ ആവുന്നുണ്ട്, അത് നമുക്ക് ഫീൽ ചെയ്യാം ഒരു ക്രൗഡിൽ. തൊട്ടിപ്പുറത്ത് എൻ്റെ ചേച്ചി ഇരിപ്പുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവളെയും വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു പടം കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ. അതൊരു എൻജോയബിൾ വാച്ചിങ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് തോന്നുന്നുണ്ട്. ഈ പോലീസ് കഥാപാത്രങ്ങൾ ഇവർ ഈ പോകുന്ന യാത്ര ഒരു അൺകൺവെൻഷണൽ യാത്രയാണ്. അതിൻ്റെ പോക്കുകൾ, അതിൻ്റെ വഴിത്തിരിവുകളൊക്കെ കുറച്ച് അപ്രതീക്ഷിതമായിരിക്കും. എന്തായാലും പടം സൂപ്പർ ആകട്ടെ. പറഞ്ഞ പോലെ ഒരു അവസരം കൊടുക്കുക, സിനിമയ്ക്ക് ഒരു ബ്രീത്തിങ് പേസ് കൊടുക്കുക തിയേറ്ററുകാരെല്ലാവരും. അപ്പോൾ ഈ സിനിമ നിലനിന്ന് പോകും. ആ സിനിമയ്ക്ക് അതിൻ്റെ ഒപ്പം നിങ്ങൾ യാത്ര ചെയ്യുക. തിയേറ്റർ ഉടമകൾ വിചാരിക്കുമ്പോഴാണ് സിനിമ നിൽക്കുന്നുള്ളൂ. അപ്പോൾ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട് ഇന്ന് വന്നില്ല നാളെ ഒരാളുടെ അവസരം കൊടുക്കണം ഏത് സിനിമയ്ക്ക്. അങ്ങനെ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. കണ്ടതനുസരിച്ച് ഈ സിനിമ പപ്പേട്ടൻ്റെ ജീവിതത്തിൽ ഈ രീതിക്കൊരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. ഇതിൽ കുറേ പപ്പേട്ടൻ കുറേ മാറ്റി പിടിച്ചിട്ടുണ്ട്. ഇപ്പം മണിയണ്ണൻ്റെ മ്യൂസിക് മണിയണ്ണൻ മാറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ പപ്പേട്ടനും മാറ്റി പിടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. 2 ടെൻഷനോട് കൂടി ഈ സിനിമ ആദ്യത്തെ ദിവസം തുടങ്ങി. ക്യാമറാമാൻ്റെ ടെൻഷൻ, നിന്റെ ടെൻഷൻ. അത് സിനിമ ഇന്നലെ കണ്ടിരുമ്പോൾ പപ്പേട്ടൻ ഓക്കെ ആയി. എല്ലാവരും ഓക്കെ ആയി. സൂപ്പർ ഹിറ്റ് ആകട്ടെ പപ്പേട്ട. കൂടെ ഉണ്ടാവും സിനിമയുടെ യാത്രയിൽ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. ഒത്തിരി സന്തോഷം. താങ്ക് യു.